ഹായ്, ഞാൻ സി ആഷിഫ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ CA ഫൗണ്ടേഷൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര പ്രശ്നമുള്ള റിസൾട്ടാണ് ഇത്തവണ. ഒരുപാട് കാലം അല്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ ഒരു ലാസ്റ്റ് 6 ഇയേഴ്സിലൊക്കെ വരുന്ന ഏറ്റവും മോശം റിസൾട്ടാണ്. 14% ആണ് ഇത്തവണ റിസൾട്ട് വന്നിട്ടുള്ളത്. പല കാരണങ്ങൾ കൊണ്ടാവാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു അറ്റംപ്റ്റ് കൂടുതൽ വെച്ചിട്ടുണ്ട്. കാരണം സെപ്റ്റംബറിൽ നെക്സ്റ്റ് 40 ഡേയ്സിനുള്ളിൽ നമുക്ക് മറ്റൊരു അറ്റംപ്റ്റ് വരുന്നുണ്ട്. അതൊരു കാരണമാവാം. എൻട്രി ലോക്ക് ചെയ്തവാം. അപ്പോൾ ആ കാര്യങ്ങളിലോട്ടല്ല ഞാൻ പോകുന്നത്, അതിൻ്റെ കാരണങ്ങളിലോട്ടൊന്നുമല്ല പോകുന്നത്. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ റിപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്ന CA ഫൗണ്ടേഷൻ വർക്കൗട്ട് ബാച്ചിനെ കുറിച്ച് പറയാനും എന്തൊക്കെയായിരിക്കും അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും വർക്കൗട്ട് ബാച്ച് കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഒക്കെ പറയാനുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ CA ഫൗണ്ടേഷൻ വർക്കൗട്ട് ബാച്ച് ഫോർ സെപ്റ്റംബർ 2024 ബാച്ച് അല്ലേ. സെപ്റ്റംബർ 2024 എന്ന് പറഞ്ഞാൽ ഇനി വെറും 40 ഡേയ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഈ 40 ഡേയ്സിനുള്ള ഒരു പ്ലാനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 3 ഓഗസ്റ്റ് 3 മുതൽ ഏകദേശം ഒരു 40 ഡേയ്സിനുള്ള ക്ലാസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വർക്കൗട്ട് ബാച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു 40 ഡേയ്സ് നിങ്ങൾക്കറിയാം, നമുക്കിനി ഫുൾ ക്ലാസ്സും കൂടെ ഒന്നും കൂടെ കാണുക, ഫുൾ റിവിഷൻ നടത്തുക എന്നുള്ളതിനുള്ളൊന്നും സമയമില്ല അല്ലേ. 40 ഡേയ്സ് 4 സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ആവറേജ് ഒരു 10 ഡേയ്സ് ആണ് നമുക്കൊരു സബ്ജക്റ്റിന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ള് ക്ലാസ് ഒന്നും കൂടെ കാണുക എന്നൊക്കെ പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള കാര്യം കൂടുതൽ കുട്ടികളും എന്തായിരിക്കും, കൂടുതൽ സ്റ്റുഡൻസ് നിങ്ങൾ ആൾറെഡി ഒരു തവണ പോയതായിരിക്കും. നിങ്ങളുടെ സെൽഫ് സ്റ്റഡി അല്ലെങ്കിൽ സെൽഫ് പ്രിപ്പറേഷൻ്റെ കുറവായിരിക്കാം. ഒന്ന്, ഭയങ്കര റിസൾട്ട് മോശമാണ്, അതൊരു കാരണമാവാം. സെൽഫ് സ്റ്റഡിയുടെ പ്രശ്നം കൂടെ കൊണ്ടാവാം എന്ത് റിസൾട്ട് നെഗറ്റീവായത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത തവണ ആ ഒരു സെൽഫ് സ്റ്റഡി ചെയ്തില്ല അല്ലെങ്കിൽ സെൽഫ് പ്രാക്ടീസ് ചെയ്തില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ വർക്കൗട്ട് ബാച്ചിലുള്ളത് ഒന്ന് 40 ഡേയ്സ് പ്ലാനറാണ്. ഇതിൽ 20 സെഷൻസ് ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 40 ഡേയ്സിൽ 20 സെഷൻസ് ആണ്. അതായത് 20 ഡേയ്സ് ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാളിൽ വന്നിട്ട് എന്ത് ചെയ്യണം, അന്ന് റിപ്ലൈയുടെ വർക്ക് ബുക്ക് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ICAയുടെ സ്റ്റഡി മെറ്റീരിയൽസിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, RTPയിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ദെൻ മോക്കിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ദെൻ പ്രീവിയസ് ഇയറിൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത്രയും അടങ്ങിയതാണ് നമ്മുടെ വർക്ക് ബുക്ക്. അത് സബ്ജക്റ്റ് വൈസ് ടോപ്പിക് വൈസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് വീക്കർ ഏരിയ ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ആ ഏരിയാസൊക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാനും എല്ലാം നമുക്ക് ഇതിലൂടെ പറ്റും. അപ്പോൾ ഈ വർക്ക് ബുക്ക് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡേ ടൈമിലെ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് ഷെഡ്യൂൾ തരും, മൊത്തം കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഷെഡ്യൂളായിരിക്കും. അപ്പോൾ ആ ഒരു ഷെഡ്യൂൾ ഉണ്ടാവും. ആ ഷെഡ്യൂൾ കണ്ടക്ട് ചെയ്യാൻ നിങ്ങൾക്ക് മെൻറ്റേഴ്സ് ഉണ്ടാവും. മെൻറ്റേഴ്സ് അവൈലബിൾ ആയിരിക്കും ക്ലാസ് റൂമിൽ. അപ്പോൾ അവർ നിങ്ങൾക്ക് അത് കണ്ടക്ട് ചെയ്യും. എന്നിട്ട് ആ ദിവസം തന്നെ ഈവനിങ്ങിൽ നമുക്ക് എന്തുണ്ടാവും, എക്സാമും ഉണ്ടാവും. അപ്പോൾ 20 എക്സാംസ്, മോക്കും ഇതൊന്നും അല്ലാതെ ഞാൻ പറയുന്നത്, ഏകദേശം മോക്കും എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് ഏകദേശം ഒരു 20 to 25 എക്സാംസ്. അപ്പോൾ ഒരു 80% കവർ ചെയ്താലും നിങ്ങൾ ടോട്ടലി ഒരു 20 എക്സാംസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എഴുതി തീർക്കാൻ പറ്റും. ഓക്കെ, ചെറിയ എക്സാമായിട്ട് ഒരു 1 hour എക്സാം, 30 മാർക്സ് എക്സാം, 40 മാർക്സ് എക്സാം ആയിട്ട് ഡെയിലി നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീർക്കാൻ പറ്റും. നമ്മുടെ പ്രസൻറ്റേഷൻ പ്രശ്നം തീർക്കാൻ പറ്റും. ആൻസർ വെരിഫൈ ചെയ്യുന്നുണ്ടാവും. ആൻസർ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് ദിസ് വർക്കൗട്ട് ബാച്ച്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഫുള്ളി കാണാനുള്ള സമയം ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയ ഒക്കെ മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് എല്ലാ സമയത്തും നമ്മൾ ടൈറ്റൻസ് ബാച്ച് നടത്താറുണ്ട് റിപ്പീറ്റേഴ്സിന്. ഇത്തവണ നമുക്കതിന് സമയമില്ല, കാരണം 40 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ ആ ടൈറ്റൻ ബാച്ചസിൻ്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഏരിയ പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഭാഗം മാത്രം പോയി ക്ലാസ് കണ്ടാൽ മതി. ക്ലിയർ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ സെഷൻസ് ഉള്ളത്. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. 40 ഡേയ്സ് പ്ലാനറാണ് ഇത്. കൂടുതലും ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിൽ നിങ്ങൾക്കറിയാം 80% നമ്മുടെ സെൽഫ് പ്രാക്ടീസ് മാറ്റേഴ്സ്. അപ്പോൾ ആ 80% മാക്സിമം ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കും നമ്മളെ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. അതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, 20 സെഷൻസ് ഉണ്ട്, 20 എക്സാംസ് ഉണ്ട്, മോക്ക് ഡിസ്കഷൻസും പേപ്പർ ഡിസ്കഷൻസും വാല്യുവേഷൻസും ഉണ്ട്, ദെൻ ഡെയിലി വർക്ക് ബുക്ക് സോൾവിങ് ഉണ്ട്.
അതിൻ്റെ ഈവനിങ് എക്സാംസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെപ്റ്റംബർ 24 ഇപ്പം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചെറുതായിട്ട് നമ്മുടെ കാലൊന്ന് ഇടറിയിട്ടുണ്ട്. അതാണ് എന്തെങ്കിലും സംഭവിച്ചത് ജൂൺ 24 സംഭവിച്ച സെപ്റ്റംബർ 24 എന്തായാലും എനിക്ക് CA ഫൗണ്ടേഷൻ ക്രാക്ക് ചെയ്യണം, ഞാൻ CA ആവാനാണ് ഈ കോഴ്സിന് ജോയിൻ ചെയ്തത്, ഞാൻ തോറ്റ് പിൻവാങ്ങാൻ റെഡിയല്ല എന്നുദ്ദേശിക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് ജോയിൻ ചെയ്യുക. പ്രശ്നമാക്കണ്ട. ചിലപ്പോൾ നിങ്ങളിൽ പല ആളുകളും ലൈഫിൽ ആദ്യമായിട്ട് തോൽവി അറിഞ്ഞ ആൾക്കാരായിരിക്കും. ഇതുവരെ നിങ്ങൾ +2 വരെ പഠിച്ച സമയത്തൊന്നും നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടാവില്ല. പക്ഷേ CAയിൽ ഇത് എന്താണ്, പലപ്പോഴും നമ്മൾ ഇങ്ങനൊരു സ്റ്റേജ് കാണേണ്ടി വരും. ഞാൻ എൻ്റെ CA ഇൻ്ററിൽ ആണ് ആദ്യമായിട്ട് ഫെയിലാവുന്നത്, ദെൻ CA ഫൈനലിലും ഫെയിലായിട്ടുണ്ട്. അപ്പോൾ CA ഇറ്റ്സ് എ ടഫ് കോഴ്സ്, നിങ്ങൾക്ക് അറിയാതെ. ആൻഡ് ഇത്തവണത്തെ ഫൗണ്ടേഷൻ വാസ് മോർ ടഫ് അല്ലെ. 14% എന്നൊക്കെ പറയുമ്പോൾ ഇൻ്ററിനും ഫൈനലിനും വരെ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നൊരു സമയത്തായിരുന്നു ഫൗണ്ടേഷന് 14%, 29, 28, 30, 35, 40% വരെ പാസ് പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് ഫൗണ്ടേഷന്. പക്ഷേ ഇത്തവണ ഭയങ്കര ഹാർഡ് റിസൾട്ടായിരുന്നു. അതും ഒരു കാരണമാവാം ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് കാലിടറിയതിൻ്റെ. അപ്പോൾ നമുക്കത് തിരുത്താനുള്ള, അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു വഴിയുണ്ട്. അതും നേരത്തെ പോലെ നമ്മൾ ഒരുപാട് സമയം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 40 ഡേയ്സിൽ നമുക്ക് അടുത്ത എക്സാംസ് വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇതിൻ്റെ ഫീസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓഫ്ലൈൻ, ഓൺലൈൻ ഇൻക്ലൂഡിങ് മെറ്റീരിയൽ ഫീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാലോ എന്നും എക്സാംസ് നടക്കണം, എക്സാംസിൻ്റെ പേപ്പേഴ്സ് തരണം, വാല്യൂ ചെയ്യണം. സോ ദിസ് ഇൻവോൾവ് ലോട്ട് ഓഫ് കോസ്റ്റ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആയിട്ടുള്ള റേറ്റുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. കൊച്ചിയിലും ട്രിവാൻഡ്രത്തും നമുക്ക് ഓഫ്ലൈൻ ഉണ്ടാവും. ഈ 2 സെൻറ്റേഴ്സിലാണ് ഓഫ്ലൈൻ ഉണ്ടാവുക. പിന്നെ ഒരു ഓൺലൈൻ ബാച്ചും ഉണ്ടാവും. ഇങ്ങനെയായിരിക്കും നമ്മളിത് നടത്താൻ പോകുന്നത്. സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. സെപ്റ്റംബർ 24 നമ്മൾ അറ്റംപ്റ്റ് ആക്കുക. ഓക്കെ, സോ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ അതിൻ്റെ താഴെ കമൻ്റായിട്ടൊക്കെ നിങ്ങളുടെ ഡൗട്ട്സുകൾ ചോദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. എന്താണ് CA ഫൗണ്ടേഷൻ വർക്കൗട്ട് ബാച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, എന്താണ് നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക? നിങ്ങൾ സെൽഫ് പ്രാക്ടീസ് മസ്റ്റാണ് ഈ കോഴ്സിന്. അതിന് റെഡി ആയിട്ടുള്ള കുട്ടികളാണ് ഇതിന് ജോയിൻ ചെയ്യേണ്ടത്. കൂടുതലും ഇവിടെ നിങ്ങളായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരിക. അതിനുള്ള മെൻറ്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഡൗട്ട് ക്ലിയറൻസിന് നിങ്ങൾക്ക് മെൻറ്റേഴ്സ് ഉണ്ടാവും. ഫാക്കൽറ്റീസും നിങ്ങൾക്ക് സെഷൻസിനായിട്ട് വരും. മാരത്തോൺ സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അവരുമായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. നമ്മുടെ CAക്ക് മാത്രം AAA അക്കാഡമിക്സിൽ അതർ ദാൻ കോർഡിനേറ്റേഴ്സ്, ഫാക്കൽറ്റീസ് ഏകദേശം ഒരു 25 to 30 മെമ്പേഴ്സ് ഉണ്ട്. അവരുടെ സേവനവും നിങ്ങൾക്ക് ഉണ്ടാവും. കറക്റ്റ് ഷെഡ്യൂളിങ്, എക്സാം പ്ലാനർ, ഇതെല്ലാം ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ സെപ്റ്റംബർ 24 നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് ക്രാക്ക് ചെയ്യാൻ, CA ഫൗണ്ടേഷൻ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, ബൈ.